ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് നമ്മുടെ മനസ്സിനാൽ നാം ചിന്തിക്കുന്നതുപോലെ ആയിത്തീരുന്നു. ഒരു വണ്ടിയുടെ ചക്രങ്ങൾ അതിനെ വലിക്കുന്ന കാളകളെ പിന്തുടരുന്നതുപോലെ കഷ്ടപ്പാടുകൾ ഒരു ദുഷ്യചിന്തയെ പിന്തുടരുന്നു. നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിനാൽ രൂപപ്പെട്ടതാണ്. നാം ചിന്തിക്കുന്നതുപോലെ മാറുന്നു. സന്തോഷം പിന്തുടരുന്നു, ഒരിക്കലും വിട്ടുപോകാത്ത നിഴൽ പോലെ ശുദ്ധമായ ചിന്ത. ബുദ്ധൻ. നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ ചിന്തിക്കുന്നതുപോലെയാകുന്നു. ദുഷ്ടബുദ്ധികളെ ഉപദ്രവം പിന്തുടരുന്നു, കാളകൾ വലിക്കുന്ന രഥിന്റെ ചക്രങ്ങൾ പോലെ. നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ ചിന്തിക്കുന്നതുപോലെയാകുന്നു. ശുദ്ധചിന്തകളെ സന്തോഷം ഒരു നിഴല പോലെ പിന്തുടരുന്നു, ഒരിക്കലും വിട്ടുപോകാതെ. പ്രചോദന പോയിന്റുകൾ. നമ്മുടെ ചിന്തകളുടെ നിയന്ത്രണം ഏറ്റെടുത്ത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അതാണ് നിങ്ങൾ ആകുന്നത്. ദുഷ്ടചിന്തകളെ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുക. ശുഭാപ്തി വിശ്വാസം കൊണ്ട് നിറയ്ക്കുകയും നിങ്ങളുടെ പരിസരത്തെയും മറ്റുള്ളവരെയും ഉയർത്തുകയും ചെയ്യുക. സന്തോഷം ഒരു ശീലമാക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ പഠിക്കുക. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ബോധപൂർവമായി നിയന്ത്രിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാൻ നിങ്ങളുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിക്കുക. നുറുങ്ങുകൾ. മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള പ്രവർത്തനങ്ങൾ മനസ്സ് ശാന്തമാക്കാനും പോസിറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ കൃതജ്ഞതയോടെ ഓർക്കുക. കൃതജ്ഞത മനസ്സിനെ പോസിറ്റീവ് ആക്കി സൂക്ഷിക്കുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദയ, നിസ്വാർത്ഥ പോലെയുള്ള നല്ല ഗുണങ്ങൾ നട്ടുപിടിപ്പിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മുടെ സ്വന്തം സന്തോഷം വർദ്ധിപ്പിക്കുന്നു. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നതും അവ വിലയിരുത്താതെയും അംഗീകരിക്കുന്നതും മൈൻഡ്ഫുൾനെസ് എന്നറിയപ്പെടുന്നു. ഇത് നമ്മുടെ ചിന്തകളുടെ ഹിതവിലാസം മനസ്സിലാക്കാൻ സഹായിക്കുകയും നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയാനും മാറ്റിസ്ഥാപിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു. ആഫർമേഷനുകൾ ഉപയോഗിക്കുക. ആഫർമേഷനുകൾ നമ്മുടെ സ്വയം സംസാരത്തിന്റെ പോസിറ്റീവ് രൂപങ്ങളാണ്. ഞാൻ പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുന്നു, എന്റെ ജീവിതത്തിൽ സന്തോഷം ആകർഷിക്കുന്നു എന്നിങ്ങനെയുള്ള ആഫർമേഷനുകൾ ആവർത്തിക്കുന്നത് നമ്മുടെ ചിന്താഗതികളെ പോസിറ്റീവ് ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കും. കൃതജ്ഞത പരിശീലിക്കുക. നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്കായി കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും പോസിറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എഴുത്തുവഴി ഒരു കൃതജ്ഞതാ ഡയറി സൂക്ഷിക്കുകയോ രാത്രി കിടക്കുന്നതിനു മുമ്പ് നമ്മുടെ ദിവസത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നത് കൃതജ്ഞത പരിശീലിക്കാനുള്ള നല്ല വഴികളാണ്. സ്വയം പിന്തുണയ്ക്കുക. നമ്മൾ എല്ലാവരും തെറ്റുകൾ വരുത്തുന്നു. നമ്മളെ തന്നെ വിമർശിക്കുന്നതിനു പകരം സ്വയം പിന്തുണയ്ക്കുന്നത് പ്രധാനമാണ്. തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നതും തന്നെ സ്നേഹിക്കുന്നതും നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കും. നെഗറ്റീവ് ചിന്തകളോട് പോരാടുമ്പോൾ ക്ഷമയും ദയയും സ്വയം കാണിക്കുന്നതാണ് മികച്ച പോംവഴി. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ഇനിയും കൂടുതൽ ശക്തമായി നേരിടാൻ സഹായിക്കുന്ന ചിലത് പ്രചോദന സന്ദേശങ്ങൾ. ചെറിയ കാര്യങ്ങൾ മഹത്തായ കാര്യങ്ങളുടെ തുടക്കമാണ്. നെൻ മണ്ടേല. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾ മാറുക. ഒപ്ര വിൻഫ്രേ. ഒരു ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യമല്ല. റാൾഫ് വാൾഡോ എമേഴ്സൺ. വീഴുമ്പോൾ എങ്ങനെ എഴുന്നേൽക്കുന്നുവെന്ന് കാണിക്കുന്നതിലാണ് ശക്തി. നെൽസൺ മണ്ടേല. വർഷിക്കുമ്പോൾ വിറയിക്കാത്ത പൂവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ചൂടല്ല, സൂര്യപ്രകാശം തേടുന്നതിനാലും. കൊട്ടിയത്ത് തിരുനെല്ലൂർ മഹാകവി. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനും ജീവിതത്തിലെ ഏറ്റവും മികച്ച പതിപ്പായി മാറാനും എന്നും ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും മുന്നോട്ടു പോകുക. ഓർക്കുക, നിങ്ങളുടെ ചിന്തകളുടെ നിയന്ത്രണത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നേട്ടം സാധ്യമാക്കാൻ കഴിയും. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചിന്തയില്ലാതെ ചോദിക്കൂ. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. 4 മണി കടലിൽ പരന്നുകിടക്കുന്ന കൊച്ചു ദ്വീപിലെ കഥയാണിത്. അവിടെ കഴിഞ്ഞിരുന്ന മീനാക്ഷി എന്ന പെൺകുട്ടിക്ക് ജീവിതം ഒരു നിഗൂഢതയായിരുന്നു. തിരമാലകൾ പോലെ ഇടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും സൂര്യപ്രകാശം പോലെ നിറയുന്ന സന്തോഷങ്ങൾക്കും അടിസ്ഥാനമെന്തെന്ന് അവൾ അന്വേഷിച്ചു. ഒരുനാൾ ഗ്രാമപുരോഹിതയായ വൃദ്ധയായ ചിരുദേവിയുടെ കുടിലെത്തിയ മീനാക്ഷി ഈ ചോദ്യം ഉന്നയിച്ചു. ചിരുദേവി പാതിമടക്കിയ കണ്ണുകളുയർത്തി മന്ദഹാസത്തോടെ മറുപടി നൽകി, മീനാക്ഷി, നമ്മുടെ ജീവിതം നിർമ്മിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നാം ചിന്തിക്കുന്നതുപോലെയാകുന്നു നാം.
ചീത്തയായ ചിന്തകൾ കള പോലെ വളർത്തിയാൽ പ്രയാസം എന്ന കാളകൾ വലിക്കുന്ന ചക്രം പോലെ ഓടിയെടുക്കും. പരിശുദ്ധമായ ചിന്തകൾ പാകിയാൽ സന്തോഷം നിഴല പോലെ പിന്തുടരും, വിട്ടുപോകാതെ. മീനാക്ഷി ആശങ്കയോടെ പറഞ്ഞു. എന്നാൽ മുത്തശ്ശി, ചീത്തയായ ചിന്തകൾ വരാതെ എങ്ങനെ സൂക്ഷിക്കും? സന്തോഷം എങ്ങനെ നട്ടുപിടിപ്പിക്കും? ചിരുദേവി സ്നേഹത്തോടെ കൈ അമർത്തി. എന്റെ കുഞ്ഞെ, പരിശീലനത്തിലൂടെ മാത്രം. രാവിലെ ഉണരുമ്പോൾ നന്മയുള്ള ചിന്തകളാണ് വിതയ്ക്കുക. ഞാൻ ഇന്ന് സന്തോഷത്തോടെയും കരുണയോടെയും ജീവിക്കും, ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകാൻ ശ്രമിക്കും എന്നിങ്ങനെ സ്വയം ഓർമ്മപ്പെടുത്തുക. നന്മ കാണാനും അഭിനന്ദിക്കാനും പരിശീലിക്കുക. നിങ്ങളുടെ നന്മ ചുറ്റുമുള്ളവർ കടമെടുക്കുമെന്നുറപ്പാണ്. അതിലൂടെ സന്തോഷത്തിന്റെ പുഴ നിങ്ങളുടെ പാടത്ത് നിറയും. മീനാക്ഷിക്ക് ശ്വാസം ഈടയിലായി. അന്നുമുതൽ അവൾ ചിരുദേവിയുടെ വാക്കുകൾ ജീവിതത്തിൽ പിടിച്ചു. ദുഃഖം വരുമ്പോൾ അവൾ അതിനെ പിഴുതെറിയും, പകരം നന്മ നട്ടുപിടിപ്പിക്കും. കുരോളൻ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യകിരണങ്ങൾ തേടുന്ന പൂവിനെപ്പോലെ അവൾ സന്തോഷത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി. സഹായകമായ കരങ്ങൾ നീട്ടി ചുറ്റുമുള്ളവരെ ചേർത്തുപിടിച്ചു. ക്രമേണ സ്വയം സന്തോഷപൂർവമായപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെ നിഴലുകൾ വീണു. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. നിങ്ങളുടെ ചിന്തകളുടെ നിയന്ത്രണത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതം നിർമ്മിക്കപ്പെടുന്നത്. നന്മ വിതയ്ക്കുകയെന്നത് സന്തോഷമാണ്. നിങ്ങളുടെ ചിന്തകളെ ഹരിതഭൂമിയാക്കി മാറ്റുക. പോസിറ്റീവ് വിത്തുകൾ വിതയ്ക്കുക. കരുണയുടെയും ദയയുടെയും വെള്ളം നനയ്ക്കുക. ക്രമേണ നിങ്ങളുടെ ജീവിതം പൂക്കളം പോലെ വിരിഞ്ഞു പന്തലിക്കും. സന്തോഷത്തിന്റെ തേനീച്ചകൾ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ കൂട്ടം കൂടും. ഇതാ ചില പ്രചോദന പോയിന്റുകൾ. മനസ്സിനെ പരിശീലിപ്പിക്കുക. മെഡിറ്റേഷൻ, പ്രാർത്ഥന, നന്മ ശീലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും പോസിറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാനും പഠിക്കുക. കൃതജ്ഞത പുലർത്തുക. നമ്മുടെ ജീവിതത്തിലെ ചെറിയതും വലിയതുമായ നന്മകൾക്കായി കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത് സന്തോഷത്തിന്റെ ഉറവിടമാണ്. ഒരു കൃതജ്ഞത ഡയറി എഴുതുകയോ ദിവസം അവസാനിക്കുമ്പോൾ 3 നല്ല കാര്യങ്ങൾ ഓർക്കുകയോ ചെയ്ത് കൃതജ്ഞത പരിശീലിക്കാം. മറ്റുള്ളവരെ സഹായിക്കുക. സഹായകമായ കരങ്ങൾ നീട്ടി ചുറ്റുമുള്ളവരെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകും. ഒരു പുഞ്ചിരി, ഒരു സഹായകരമായ വാക്ക്, ഒരു ചെറിയ സഹായം എന്നിവയിലൂടെ നമുക്ക് ലോകത്തെ മെച്ചപ്പെടുത്താം. ക്ഷമയും ദയയും സ്വയം നൽകുക. തെറ്റുകൾ സംഭവിക്കുന്നതാണ്. അതിനെ ക്ഷമയോടെയും സ്വയം സ്നേഹത്തോടെയും നേരിടുക. കൃത്യതയിലേക്കുള്ള യാത്രയിൽ തെറ്റുകൾ പഠനത്തിന്റെ അവസരങ്ങളാണെന്ന് ഓർക്കുക. നിങ്ങളുടെ അഭിനിവേശങ്ങളെ പിന്തുടരുക. നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ അഭിനിവേശങ്ങളും കഴിവുകളും കണ്ടെത്തി അവ പരിപോഷിപ്പിക്കുക. ഈ കണ്ടെത്തലും പരിപോഷണവും നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകും. മീനാക്ഷിയുടെ കഥയും ഈ പ്രചോദന പോയിന്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ ചിന്തകളുടെ നിയന്ത്രണത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നേട്ടം സാധ്യമാക്കാൻ കഴിയും. മുന്നോട്ടുപോയി നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറുക. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.